കെ ഫയലിൻ്റെ ആദ്യത്തെ ഓണമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ഇവൻ്റ് ഓണത്തിന് വേണ്ടേ എന്ന് ആലോചിച്ചപ്പോഴാണ് ഞങ്ങളൊരു ഓൺലൈൻ പൂക്കള മത്സരം നടത്താം എന്നാലോചിച്ചു. അങ്ങനെ അത് അനൗൺസ് ചെയ്തു. നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടും വലിയ ഒരു സ്വീകരണമാണ് കൊയിലാണ്ടിയിൽ നിന്ന് അതിന് ലഭിച്ചത്. വലിയ സന്തോഷമുണ്ടായില്ല. നല്ല എൻട്രികൾ വന്നു, നല്ല ശ്രദ്ധേയമായ പൂക്കളങ്ങൾ വന്നു. ജഡ്ജസ് വളരെ നന്നായിട്ടത് റിവ്യൂ ചെയ്തു. പ്രശസ്ത ആർട്ടിസ്റ്റുകളായ സതീഷ് പി കോഴിക്കോട്, ജെയിൻ മാസ്റ്റർ, ബാബു MP എന്നിവരായിരുന്നു നമ്മുടെ ജഡ്ജസ്. അവർ വളരെ നല്ല അപ്രീസിയേഷനോട് കൂടിയാണ് ഓരോ പൂക്കളെയും വിലയിരുത്തിയതും സമ്മാനം തീരുമാനിച്ചതും. ഓക്കെ, ഈ മത്സരത്തിൽ സ്പോൺസേഴ്സായിട്ട് വലിയ ഒരു പ്രധാനപ്പെട്ട കൊയിലാണ്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വ്യാപാര സ്ഥാപനങ്ങൾ നമ്മളോട് സഹകരിക്കുന്നുണ്ടായി. അവരുടെ ഒരു പിന്തുണയോട് കൂടിയാണ് നമുക്കിത് വിജയകരമായി നടത്താൻ കഴിഞ്ഞത്. ഒന്ന് ശോഭിക വെഡ്ഡിങ്സ്, പിന്നെ കാപ്പാട് കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി, മനാവെജ് കൊയിലാണ്ടി, TKS ഇവൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഓക്സോമാർട്ട്. ഇത്രയും പ്രമുഖ സ്ഥാപനങ്ങളുടെ ഒരു പിന്തുണയോട് കൂടിയാണ് നമ്മൾ ഇത് നടത്തിയിരിക്കുന്നത്. ഇന്ന് വലിയൊരു സന്തോഷമുള്ള ദിവസമാണ് നമുക്കൊക്കെ. ശ്രീജിത്ത് വിയൂരാണ് നമ്മൾ സമ്മാനദാനം നടത്തുന്നത്. ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കൊയിലാണ്ടിയിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു കലാകാരനാണ്. വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, കേരളത്തെ മുഴുവൻ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മജീഷ്യനാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്കാണ് സ്വാഗതം ചെയ്യുന്നു. കെ ഫയലിൻ്റെ പ്രൊമോട്ടേഴ്സ്, പിന്നെ സമ്മാനം അർഹരായവർ, അവരുടെ കുടുംബാംഗങ്ങൾ, കെ ഫയലിൻ്റെ സ്റ്റാഫ് എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യണം. സന്തോഷം. ഈ ഒരു ചടങ്ങിൽ ഏറ്റവും പ്രിയപ്പെട്ടവരോടൊപ്പം ഈ പരിപാടിയുടെ ഭാഗമാക്കുവാൻ കഴിയുന്നതിലുള്ള സന്തോഷം ആദ്യമേ പങ്കുവെക്കുന്നു. ഓണം കഴിഞ്ഞിട്ടും അതിൻ്റെ ആഘോഷത്തിൻ്റെ അലയടികൾ തീരുന്നില്ല എന്നുള്ളതാണ് ഈ പരിപാടിയുടെ സന്തോഷം. ഓണം കഴിഞ്ഞു, സ്കൂൾ തുറന്നു, എന്നിട്ടും ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണിത്. എത്ര ചവിട്ടിത്താഴ്ത്തിയാലും ഉയർത്തെഴുന്നേൽക്കാനാവും എന്നുള്ള ആത്മവിശ്വാസം പകരുന്ന ഒരു സന്ദേശം പകരുന്ന ഒരു ഉത്സവം കൂടിയാണ് ഓണം. മറ്റേത് ആഘോഷത്തെക്കാളും ആ ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ, എത്ര ചവിട്ടിത്താഴ്ത്തിയാലും ഉയർത്തെഴുന്നേൽക്കാൻ നമ്മളെ കാണാൻ വരുന്ന എന്നുള്ള സന്ദേശം പകരുന്ന ഈ ഉത്സവത്തിൻ്റെ ഭാഗവാക്കായിട്ട് കെ ഫയൽ, കൊയിലാണ്ടിയിലെ ആദ്യത്തെ കെ ഫയൽ ഓണം, അതിൻ്റെ ഒരു വലിയ വിപുലാർത്ഥത്തിൽ അതൊരു പൂക്കള മത്സരം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഒരർത്ഥത്തിൽ അതിൽ 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം നേടുക എന്നതിനപ്പുറത്ത് സന്തോഷത്തിൻ്റെ ഒരു പങ്കാളിത്തമാണ്. തങ്ങളുടെ വീട്ടുമുറ്റത്തിരുന്ന പൂക്കളം, അത് ഹൃദയം കൊണ്ട് അർപ്പിക്കുന്ന പൂക്കളം. അപ്പോൾ മത്സരത്തിനപ്പുറത്തുള്ള ഒരു പങ്കെടുക്കൽ, ഈ ആഘോഷത്തിൻ്റെ ഒരു പങ്കാളിത്തം ഉറപ്പിച്ച എല്ലാ വീട്ടുകാർക്കും, എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്നേഹം, അതിൻ്റെ സന്തോഷം പങ്കുവെക്കുകയാണ്. അപ്പോൾ എല്ലാ വിജയികൾക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്. കെ ഫയൽ ഓണമാണ്. അപ്പോൾ വിജയികൾക്ക് വലിയ സമ്മാനങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ എൻ്റെ വക ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഞാൻ സ്കൂളിൽ നിന്ന് ഓടി വരുന്ന തിരക്കിനിടയിൽ ഒരു മാലയാണ് സാധാരണ എന്തെങ്കിലും കൊടുക്കാറുണ്ട്, സമ്മാനം, ഇഷ്ടപ്പെട്ട സമ്മാനമാണ്. പക്ഷേ കിട്ടിയതിപ്പോൾ ഇതാണ്. പക്ഷേ ഇതിപ്പോൾ അത്ര ആളുകൾക്ക് ഒരു ഇഷ്ടപ്പെടും തോന്നില്ല മാഷേ. കാരണം ഇതൊരു പാതി കോർത്ത മാലയാണ് അല്ലേ. ഒരു സൗന്ദര്യം ഈ മാലയ്ക്കില്ല. ഇത് നമ്മുടെ പുതുതലമുറയുടെ മാലയല്ല. പക്ഷേ ഞാൻ ഈ മാല ഇങ്ങനെ കൊണ്ടുവന്ന ബോധപൂർവമാണ് കേട്ടോ. കാരണം മാല കാണുമ്പോൾ നമ്മൾ മുത്ത് മാത്രം കാണുക. മാലയുടെ സൗന്ദര്യം മുത്താണ്. പക്ഷേ മാലയുടെ ശക്തി ഈ കയറ് ആരും കാണാറില്ല, മുത്ത് മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ കയറ് നിർബന്ധമായിട്ടും നമ്മൾ കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ സമ്മാനം കൊണ്ടുവന്നത് കേട്ടോ. ഓണം തന്നെ പ്രതീകാത്മകമായ ഒരു ആഘോഷമാണ്. അതുകൊണ്ട് ഈ ഒരു പ്രതീകാത്മകമായ മാജിക്ക് ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. ഈ മുത്ത് എന്ന് പറയുന്നത് കൊയിലാണ്ടിയിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. ജാതി മത രാഷ്ട്രീയം നോക്കാതെ ഒരൊറ്റ ചരട് കോർത്തതാണ് നമ്മളല്ലേ. ഈ കൊയിലാണ്ടി മാത്രമല്ല, കേരള ആയാലും ഇന്ത്യ ആയാലും അല്ലേ, മനുഷ്യരെല്ലാവരും അല്ലേ. ഇതിൽ വ്യത്യസ്ത മതമുണ്ട്, വ്യത്യസ്ത ജാതിയുണ്ട്, വ്യത്യസ്ത രാഷ്ട്രീയമുണ്ട്, വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ട്, എല്ലാവരും ഉണ്ട്. ഹിന്ദു ഉണ്ട്, മുസൽമാനുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, ജൂതനുണ്ട് അല്ലേ, CPM ഉണ്ട്, BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇതിൽ ഇന്ത്യയുണ്ട്, പാകിസ്ഥാനുണ്ട്, ഇസ്രായേലുണ്ട് അല്ലേ, ഗാസയുണ്ട്, ഇതിൽ ഉക്രൈനുണ്ട്, റഷ്യയുണ്ട്, എല്ലാം ഒറ്റ ചരട് കോർത്തതാണ്. ഇത് പൊട്ടിപ്പോയാൽ നമ്മുടെ മാഷ് ഗ്ലാസ് അവിടെ കൊടുക്കും, ഇത് മാഷ് പിടിച്ചോ, മാഷ് ഈ മാല പിടിച്ചോളൂ. അപ്പോൾ ഈ ഐക്യം തകർന്നാൽ, ഈ മുത്ത് പൊട്ടിയാൽ, ഈ ചരട് പൊട്ടിയാൽ, ഈ സ്നേഹത്തിൻ്റെ ചരട് പൊട്ടിയാൽ നമ്മുടെ ഐക്യം തകരും. അപ്പം അതുകൊണ്ട്
നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, ഒറ്റ ചരടിൽ കോർത്ത സ്നേഹത്തിൻ്റെ, മനുഷ്യത്വത്തിൻ്റെ ചരടിൽ കോർത്ത മുത്തുകളാണ് നമ്മളെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ മാജിക് പ്രതീകാത്മകമായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത്. പക്ഷേ മാഷിങ്ങനെ പിടിച്ചേ, ഈ ഐക്യത്തെ തകർക്കാൻ പലതിൻ്റെയും പേരിൽ, മതം, ജാതി, രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ പേരിൽ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു കാലാവസ്ഥ നമുക്ക് ചുറ്റിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതാ ഈ സിസേഴ്സ്, ഈ കത്രിക ഒരു പ്രതീകാത്മകമായ കത്രികയാണ്. നമ്മുടെ ഈ സ്നേഹത്തിൻ്റെ ചരട് പൊട്ടണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ഇടപെടലിൻ്റെ പ്രതീകമാണ് ഈ കത്രിക. അപ്പം ഞാൻ തൽക്കാലം മാഷോട് ഈ കത്രിക പിടിച്ചേ, ഈ സ്നേഹത്തിൻ്റെ ചരട് ഒന്ന് മാഷ് മുറിക്കാൻ ശ്രമിച്ചേ, ഒന്ന് ശ്രമിച്ചേ. ഒരു കൈ കൊണ്ട് മതി സർ, ഒറ്റ കൈ കൊണ്ട്, ഒരു കൈ കൊണ്ട് മതി. പറ്റുന്നുണ്ടോ ചന്ദ്രമാഷേ? പറ്റുന്നില്ല. എന്താ പ്രശ്നം? അവിടെ പറഞ്ഞോളൂ. പറ്റുന്നില്ല, റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നം ഈ കത്രികയ്ക്ക് ഇല്ലല്ലോ. കത്രിക വളരെ സിമ്പിളാണല്ലോ മാഷേ. കത്രികയ്ക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇത് മുറിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഒന്ന് ശ്രമിച്ചേ, ഒരു കൈ കൊണ്ട് ശ്രമിച്ചേ. പറ്റുന്നില്ല. ഈ മാലേൻ്റെ തൊടാൻ പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ അടച്ചു കൊടുക്കുന്നില്ല. ഇതാ നമ്മളെ സമ്മാനം ജയിച്ച് വീട്ടമ്മ ഇങ്ങനെ പിടിച്ച് തുറന്നു കൊടുക്കുക. ഇങ്ങനെ പിടിച്ചോളൂ, മുറിച്ചോളൂ. ഇതാ മാഷെ പിടിച്ചു കൊടുക്കും. മുത്ത് തെറിച്ച് പോരുതേ. പറ്റുന്നില്ലേ? ഓപ്പൺ ചെയ്തിട്ടും പറ്റുന്നില്ല. അയ്യോ, പക്ഷെ കത്രികയ്ക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ മാഷെ. വളരെ സിമ്പിളാണല്ലോ ഈ കത്രിക. പക്ഷേ ഈ കത്രിക പറയുന്നത് എന്തെന്നറിയാമോ? ഈ സ്നേഹത്തിൻ്റെ ചരട് പൊട്ടരുത് എന്നാണ്. നമ്മളെല്ലാവരും ഐക്യത്തോടെ നിൽക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മാഷും മറ്റാരും ഇത് ചെയ്യണ്ട. കുറച്ച് നേരത്തേക്ക് ഇത് ഞാൻ തന്നെ ചെയ്യണം കേട്ടോ. മാഷ് മുത്ത് തെറിച്ചു പോകരുതേ. ഇവിടെ ഇങ്ങനെ പിടിക്കണം. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ ചരട് കുറച്ച് നേരത്തേക്ക് ഞാനിങ്ങനെ മുറിച്ചു. കണ്ടോ, ഈ മാലയ്ക്ക് ഇപ്പോൾ ശക്തിയുണ്ടോ? ഇത് പൊട്ടിപ്പോയ മാലയാണ്. കൈവിട്ട തെറിച്ചു പോയി. മുറിയിൽ നിറയെ മുത്തുകളുണ്ടാവും. കണ്ടോ? ഗ്ലാസ് മൂളം നോക്കിക്കേ, അതിലെന്തെങ്കിലും ഉണ്ടോ നോക്കിക്കേ. ഇല്ല. ഇങ്ങോട്ട് നീട്ടിപ്പിടിച്ചേ. അപ്പം നമ്മളെല്ലാവരും സമത്വസുന്ദരമായി ജീവിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചായിരുന്നല്ലോ ഓണത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകം. അതുകൊണ്ട് ആര് തകർക്കാൻ ശ്രമിച്ചാലും, കണ്ടോ, നോക്കണേ, ഈ മുത്തുകൾ കണ്ടോ, മുത്തുകൾ മുഴുവൻ ഗ്ലാസ്സിലുണ്ട്. സ്നേഹത്തിൻ്റെ ചരടാമാശ പൊട്ടിപ്പോയത് കണ്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ സ്നേഹത്തിൻ്റെ ചരട് ഒരിക്കലും പൊട്ടരുത് എന്നുള്ളതാണ് നമ്മുടെ സന്ദേശം അല്ലേ. ഈ KFIL ഈ ഓണമൊക്കെ നടത്തുമ്പോൾ അത് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറത്തുള്ളൊരു ഇടപെടലാണ്. കണ്ടോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മുറിച്ചു. ഇതാ ഈ സ്നേഹത്തിൻ്റെ ചരടിനെ ഇങ്ങനെ മുറിച്ചു. ഇതാ ഞാനിതിലേക്ക്, കണ്ടോ, ഇതാ ഇതിലേക്ക് നിക്ഷേപിക്കുകയാണ്. ഇനിയാണ് മാജിക് നടക്കുന്നത്. നമ്മളൊക്കെ മാജിക്കാരാണ് കേട്ടോ. ഇതാ എല്ലാവരും കൈകൊണ്ട് ഒരു ആക്ഷൻ കൊടുത്തേ സാർ. എല്ലാവരും ഇങ്ങനെ മാജിക് ഒരു കൈകൊണ്ടാ. യെസ്, എല്ലാവരും ഇവിടെ പൂക്കളത്തിൻ്റെ വിജയിച്ച ആളുകളല്ലേ. യെസ്, 1, 2 and 3. ആര് തകർക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ഐക്യം തകർക്കാൻ പറ്റില്ല. ഏത് മതമായാലും, ഏത് ജാതിയായാലും, ഏത് രാഷ്ട്രീയമായാലും നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് പറയുന്ന, കണ്ടോ, ഇങ്ങനെ ആര് തകർക്കാൻ ശ്രമിച്ചാലും ഇങ്ങനെ വീണ്ടും മാലയായി. മാഷെ പിടിച്ചോളൂ, പിടിച്ചോളൂ. ഇറ്റ്സ് എംപ്റ്റി. സോ ദിസ് ഈസ് ദ മാജിക്. നമ്മൾ ഒന്നാണ്. താങ്ക് യു വെരി മച്ച്. ഒരു ഗംഭീര മാജിക് നമ്മളിപ്പോൾ കണ്ടത് അല്ലേ. വലിയൊരു സന്ദേശം ഉൾപ്പെടുന്ന ഒരു മാജിക്. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ്. KFIL ഓണത്തിൻ്റെ സമ്മാന വിതരണം. സമ്മാനം നേടിയ ആളുകളെ നമ്മൾ ക്ഷണിക്കുകയാണ്. എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യമായി പ്രോത്സാഹന സമ്മാനം നേടിയത് ബിൻസി MK. ബിൻസിയെ ക്ഷണിക്കും. കൺഗ്രാജുലേഷൻസ്. ഈ മത്സരത്തിൽ 3ാം സ്ഥാനം നേടിയത് രമ്യ സുർജിത്തിനെ ക്ഷണിക്കുന്നു. 3000 രൂപയുടെ ഗിഫ്റ്റ് കൂപ്പണാണ് സമ്മാനം. രണ്ടാം സ്ഥാനം ബിജു വടക്കേയിൽ. 5000 രൂപയുടെ സമ്മാന കൂപ്പണാണ്. കൂടെ പിടിക്കല്ലേ. യെസ്. ഒന്നാം സ്ഥാനം 10000 രൂപയുടെ ഗിഫ്റ്റ് കൂപ്പണാണ്. ഈ വാശിയേറിയൊരു മത്സരമാണ് നടന്നത്. അതിൽ 1ാം സ്ഥാനം നേടിയത് അളക രോഹിണിയെ ക്ഷണിക്കുന്നു.
എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നമ്മളെ ഈ സ്പോൺസേഴ്സൊക്കെ എത്തിച്ചേരേണ്ടതായിരുന്നു. പല തിരക്ക് കാരണം എല്ലാവരും എത്തിയിട്ടില്ല. പക്ഷേ എന്തെങ്കിലും മനാവിജിൻ്റെ പ്രോപ്പറേറ്റർ അനിൽകുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്താണ്. സന്തോഷം. ഇനിയും KFL ആയിട്ട് സഹകരിക്കുക. നമുക്കൊന്നിച്ച് ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാവർക്കും നന്ദി.